ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിഷ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ബോട്ടിലാട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ബോട്ടിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബോട്ടിലിൻ്റെ പുറത്തായിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്, പശയൊക്കെ പുരട്ടി. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു കാർഡ് ബോർഡാണ്. അപ്പോൾ ഫിനിഷ് കെയറിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ കാർഡ് ബോർഡ് എടുത്തിട്ട് ഇത്തരത്തിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരഞ്ഞു കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് കുപ്പിയുടെ ഈ ഒരു അളവിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളതൊന്ന് വരച്ച് അളവൊക്കെ സെറ്റാക്കിയിട്ട് പുറം ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു ആദ്യമേ. കഴിഞ്ഞ് നമുക്ക് താഴത്തെ ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കുപ്പിയോട് ചേർന്ന് നമുക്ക് ഒരു ടേപ്പ് ഉപയോഗിച്ച് ആദ്യമേ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തെ ഭാഗം ഉണ്ടല്ലോ, കുപ്പിയുടെ ആ കഴുത്തിൻ്റെ ആ ഭാഗത്തുള്ളിടം ഫെവിക്കോൾ യൂസ് ചെയ്ത് ഞാനൊന്ന് ഒട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള താമസം കാരണമാണ് ഞാൻ ടേപ്പ് ആദ്യമേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഒരു കാർഡ് ബോർഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ഏകദേശം ഒരു സൺഗ്ലാസസ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കണ്ണടകളുടെ ഒരു ലുക്കിൽ 2 ഗ്ലാസ്സൊക്കെ വരച്ച് നടുക്കൂടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമാവുന്നവരാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ സൺഗ്ലാസസിലോട്ട് തിരിച്ചു വരാം. സൺഗ്ലാസസ് നമ്മൾ കുപ്പിയുടെ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഫെവിക്കോൾ പുരട്ടി ഒട്ടിച്ചിട്ട് ഒന്ന് ഫിക്സ് ആകാൻ വേണ്ടി നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട്. മുകളിൽ വെച്ചിരിക്കുന്ന കാർഡ് ബോർഡ് നമ്മൾ തലയ്ക്കെട്ടായിട്ടാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തലയ്ക്കെട്ടിന് വേണ്ടതായ കുറേ സാമഗ്രികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ചുളിഞ്ഞ് തുണികളൊക്കെ കയറ്റി ഇറക്കി വെക്കുന്ന രീതിയാണല്ലോ. അപ്പോൾ ആ രീതി ആയതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലൊന്ന് വരച്ച് കൊടുത്ത് ഇങ്ങനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അറ്റം നമ്മളൊന്ന് ടേപ്പ് ഉപയോഗിച്ചൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂർച്ചയൊന്നും കാണാതിരിക്കാൻ വേണ്ടിയേ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഏകദേശം ആളുകൾക്കൊക്കെ എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പിടികിട്ടി കാണും. വേറൊന്നുമല്ല, നമ്മളെ രാജസ്ഥാനി മാനാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ തുണിയുടെ ചുളിവുകൾ ഇരിക്കത്തക്ക രീതിയിൽ നമ്മുടെ ടേപ്പ് ഉപയോഗിച്ച് ടേപ്പ് ഒരറ്റം നമ്മൾ നേരെ ഉള്ളിടം വെറുതെ ഒട്ടിച്ചു കൊടുത്ത് ബാക്കി ചുളിവുകളുള്ളിടം ഇങ്ങനൊന്ന് വളച്ച് ചുളിവുകളൊക്കെ വരുത്തി ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ നമുക്ക് ഓരോ നമ്മൾ വരച്ചിരിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് ഇത്തരത്തിൽ ചുളിവുകൾ സെറ്റാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഓരോരോ ചുളിവുകളുള്ളിടം ഇങ്ങനെ ചുളിച്ച് ടേപ്പുകളൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. പിന്നീട് നമ്മൾ എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്ത് മൂക്കൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മൂക്ക് സെറ്റാക്കുമ്പോൾ നമ്മൾ നമുക്കറിയാവുന്നതാണ്, മുകളിലോട്ട് ഉന്തി നിൽക്കുന്ന ഭാഗവും ഒക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്ത്, അതായത് വെള്ളത്തിൽ തൊട്ടൊന്ന് സ്മൂത്തൻ ചെയ്ത് നമുക്ക് സെറ്റാക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് മൂക്കിൻ്റെ 2 ദ്വാരം ഒന്ന് കിഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷം നമുക്കിനി വെക്കാനുള്ളത് മീശയാണ്. അപ്പം മീശ ഒരു മെയിൻ സംഭവമാണല്ലോ, രാജസ്ഥാനി മാൻ എന്ന് പറയുമ്പോൾ തന്നെ നല്ല പിരിക്കുന്ന ഒരു മീശ. അപ്പോൾ അത്തരത്തിൽ നമ്മളൊന്ന് മീശ റെഡിയാക്കി കൊടുക്കുകയാണ്. ആദ്യമേ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്ത് അത്ര ഇടന്ന് വരഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇത്തരത്തിൽ ക്ലേ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഞ്ഞ് നൈഫ് എടുത്തിട്ട് അവിടെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. കാരണം ആ വര നാര് പോലെ ഇരിക്കുന്നിടം കാണാൻ വേണ്ടി, അതിൻ്റെ ഒരു ചെറിയ ഷോ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനിയും ലിപ്സാണ് ശരിയാക്കാനുള്ളത്. ലിപ്പ് ഇത്തരത്തിലൊന്ന് സെറ്റാക്കി എടുക്കുക. അതൊന്ന് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ലിപ്പിലുള്ള വരകളൊക്കെ ഉണ്ടല്ലോ, നടുക്കുന്നുള്ള വരയുണ്ട്, പ്ലസ് അതല്ലാതെ താഴത്തെ കീഴ്ചുണ്ടിന് തന്നെ നല്ല വരകളുള്ള ഒരു രീതി ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അത്തരത്തിൽ കൂടെ വരഞ്ഞ് ഞാനൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുഞ്ഞു ട്യൂബുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ സൺഗ്ലാസസിന് ഫ്രെയിം ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഞാൻ ഫെവിക്കോൾ വെച്ചൊന്ന് പശ പുരട്ടി കൊടുത്തിട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞു ട്യൂബുകളൊന്ന് ഫ്രെയിം കണക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം മൊത്തത്തിൽ നമ്മൾ നല്ലൊരു ലുക്ക് വരണം, ആ ഒരു രീതി നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് വരുത്താനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ തലക്കെട്ടിൻ്റെ ഭാഗവും ഇതേപടി ഇടയ്ക്കിടയ്ക്ക് ഈ ചുറ്റിയാണ് പോയിരിക്കുന്നത് എന്നൊന്ന് കാണിക്കാൻ വേണ്ടി കുഞ്ഞു ട്യൂബുകൾ അവിടെയും നമ്മൾ ഓരോ ചുരുട്ടിനും ഇടയ്ക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഡോട്ടുകൾക്ക് വേണ്ടി ക്ലേ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് പശ ഓരോരുത്തരത്തായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അല്ലാത്ത പരിപാടിയെല്ലാം ഇപ്പോൾ കഴിഞ്ഞു ക്രാഫ്റ്റിങ്ങിൻ്റെ. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയാണ് ബാക്കിയുള്ളത്. നമ്മുടെ ഏകദേശം സെറ്റായപ്പോൾ എല്ലാവർക്കും ലുക്ക് കിട്ടിയല്ലോ അതിൻ്റെ. അതിന് ശേഷം നമ്മളിനി പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം തലക്കെട്ടിനാണ്. തലക്കെട്ടിന് ഞാൻ റെഡും ഗ്രീൻ കോമ്പിനേഷനാണ് കൊടുക്കുന്നത്. അതായത് റെഡ് ഇടയ്ക്ക് അടുത്ത തട്ട് ഗ്രീന്, അടുത്ത തട്ട് റെഡ്, അങ്ങനത്തെ രീതിയാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു പോർഷനിൽ റെഡ് അടിക്കുമ്പോൾ അടുത്ത പോർഷനിലാണ് പിന്നീട് നമ്മൾ റെഡ് അടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമ്മളിനി ലൈറ്റ് ഗ്രീനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്ത് നമുക്ക് ഈ ഗ്യാപ്പ് വന്നിരിക്കുന്ന നമ്മൾ ഫില്ല് ചെയ്യാത്ത റോയിലൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇത് തമ്മിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനാണല്ലോ ഈ ഒരു റെഡും ഗ്രീനും തമ്മിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളിപ്പം ബോഡി കളർ യൂസ് ചെയ്ത് അതിൻ്റെ ഫേസ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് മൂക്കും ബാക്കി കവിള് അല്ലാത്ത ഏരിയകളെല്ലാം ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ കുഞ്ഞു ട്യൂബുകൾ വെച്ചിടത്തെല്ലാം നമ്മളിപ്പം ബ്ലാക്ക് കളർ, അതായത് നമ്മൾ ബോർഡർ കണക്കെ ആക്കാൻ വേണ്ടിയാണ് ഈ ബ്ലാക്ക് കളർ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓരോ തലക്കെട്ടിൻ്റെ ഭാഗത്ത് യൂസ് ചെയ്യുന്നത് തലക്കെട്ടിൻ്റെ ഓരോ ഇടവും, അതായത് ഇവർ ചുരുട്ടിയാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഈ ചുരുട്ടി വെച്ചിരിക്കുന്നിടം ഓരോ തട്ടുകളും ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ബ്ലാക്ക് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ നോർമലി നമ്മൾ കാണാറുള്ള സൺഗ്ലാസസിൻ്റെ കളർ പോലെ തന്നെ ബ്ലാക്ക് കളറാണ് നമ്മളിവിടെയും സൺഗ്ലാസസിന് കൊടുക്കുന്നത്. ഒരു സ്റ്റൈലിഷ് ലുക്ക് നമുക്ക് സൺഗ്ലാസസ് വെച്ചുകൊണ്ട് തന്നെ ഇവിടെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ സൺഗ്ലാസസിൻ്റെ ഫ്രെയിമും അതേപോലെ തന്നെ ഗ്ലാസ്സിനും എല്ലാം ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം നമ്മളിനി കൊമ്പം മീശയ്ക്കാണ് നമ്മളിനി ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് നമ്മളിനി റെഡ് കളർ നോർമലി എല്ലാ ലിപ്പിനും ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇവിടെയും യൂസ് ചെയ്ത് നമ്മളതൊന്ന് ഫില്ല് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ എല്ലാം സെറ്റാകും. അതിനുശേഷം ഡോട്ടിനെല്ലാം വൈറ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഗ്ലാസ്സിനും റേസ് കണക്കെ വൈറ്റും കൊടുത്ത് ഫുൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ രാജസ്ഥാനി മാൻ സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. സംഭവം സൂപ്പർ സ്റ്റൈല് ലുക്കല്ലേ? ഹോം ഡെക്കറിന് പറ്റിയൊരു സ്റ്റൈലിഷ് ഐറ്റമാണിത്. കാശൊന്നും ചിലവില്ലാത്തൊരു ഐറ്റം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നിടം വരെ ടാറ്റാ.